എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാവയ്ക്ക് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഒട്ടും തന്നെ കൈപ്പരസില്ലാതെ നമുക്ക് ചോറിനും കഞ്ഞിക്കും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്കയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാവയ്ക്കാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം നമ്മൾ ഈ പാവയ്ക്ക എടുക്കാനായിട്ട്. അപ്പോൾ ഈ പാവയ്ക്കയുടെ മുകളിലത്തെയും താഴത്തെയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ കുരു എല്ലാനും കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ പാവയ്ക്ക എല്ലാനും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇനി ഇത് നമുക്ക് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അതാ ഞാൻ മുഴുവൻ പാവയ്ക്ക ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ തിന്നായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. അതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിയുടെ അളവ് നിങ്ങൾക്ക് എത്ര പുളിരസം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ എൻ്റെ ഉപ്പും പുളിരസമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 5 നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഈ ഒരു അളവ് നല്ലതായിരിക്കും, കാരണം പാവയ്ക്കയ്ക്ക് നല്ല കൈപ്രസമാണല്ലോ. അപ്പോൾ എരിവ് ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചില്ലിൻ്റെ കുപ്പിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലിൻ്റെ കുപ്പി തന്നെ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ കഷ്ണങ്ങൾ കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. വീണ്ടും പാവയ്ക്കയുടെ കഷ്ണങ്ങളിടുക. അതിൻ്റെ മേലേക്ക് പച്ചമുളക് ഇടുക. ഈ കുപ്പി ഫില്ലാവുന്ന വരെ അതൊന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ചൂടില്ലാതെ വേണം നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ചൂടോടുകൂടി ഒരിക്കലും വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കരുത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മൂടിയ വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കാം. ഇതിനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ തന്നെ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും പിടിക്കുന്നതിനകത്ത് ഉപ്പും പുളിയും എല്ലാവരും കൂടി നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 1 മാസത്തിൽ കൂടുതലൊക്കെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത്രയും നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുറേ ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഒന്ന് അലന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മാസത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ആക്കി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കാര്യമേ വിട്ടുപോയി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പാവയ്ക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതാ ഇതിൽ ഒട്ടും തന്നെ കയ്പ്പരസമില്ലാതെ ആ ഉപ്പും എരിവും പുളിയും എല്ലാവരും പിടിച്ചിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ ഇരിക്കുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ഉപയോഗിക്കാം. പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിത് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത സ്പൂണ് വെച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുടെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്